5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. ഈ അടുത്ത ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ ഒരു വിധി വന്നായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ്. അതായത് എയ്ഡഡ് സ്കൂളുകൾ, കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകൾ, സർക്കാർ സ്കൂളുകളെ പോലെ തന്നെ പ്രാധാന്യത്തോടു കൂടി സർക്കാർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന എയ്ഡഡ് സ്കൂളുകളുണ്ട്. എയ്ഡഡ് സ്കൂളുകൾ, പിന്നെ അൺഎയ്ഡഡ് സ്കൂളുണ്ട്, അത് വേറെ വിഭാഗമാണ്. എയ്ഡഡ് സ്കൂളുകളിലെ ഈ അധ്യാപക നിയമനത്തിലെ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് വലിയൊരു വിവാദമായ ഒരു വിധി വന്നിട്ടുണ്ട്. അപ്പോൾ ആ വിധി വരാൻ കാരണം കുറച്ച് അധ്യാപകർ പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയത്തിൽ കോടതിയിൽ പോയപ്പോഴാണ് കോടതി ചോദിച്ചത് എന്താണ് ഈ മാനദണ്ഡം, അടിയന്തരമായി എൻ്റെ സത്യവാങ്യം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കേസ് ഹൈക്കോടതിയിൽ കിടക്കുകയാണ്. അപ്പോഴാണ് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് സംഭവിച്ചുകൊണ്ടത്, അല്ലെ എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസം കേരളത്തിൽ വന്നത്? ഇവിടെ സമ്പൂർണ്ണ സാക്ഷരത നടത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി നയനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ. പക്ഷേ അതിൻ്റെ കെയർ ഓഫിൽ കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസത്തിൻ്റെയും ക്രെഡിറ്റ് ഇടതുപക്ഷ മുന്നണി പലപ്പോഴും പറയാറുണ്ട്. ഭൂപരിഷ്കരണത്തോടൊപ്പം ആണ് ഇതെല്ലാം വന്നത്. പക്ഷെ അല്ല, അതിൻ്റെ ചരിത്രം മറ്റൊരു അധ്യായമായി ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുവാനല്ല, ചരിത്രം മാത്രം പറയുന്നു. ആർക്കൈവ് നോക്കി ചരിത്രം മാത്രം പറയുന്നു. ഡേറ്റുകളിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. 1795 മുമ്പ് കേരളത്തിൽ കുടിപ്പള്ളിക്കൂടങ്ങളും ആശാൻ പള്ളിക്കൂടങ്ങളും ഗുരുകുലങ്ങളുമാണ്. എന്ന് പറഞ്ഞാൽ ആശാൻ്റെ വീട്ടിൽ പോയി പഠിക്കണം. സംസ്കൃതം, ജ്യോതിഷം, കണക്ക്, മലയാളം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അന്ന് പഠിപ്പിച്ചിരുന്നത്. അന്ന് സംസ്കൃതം നന്നായി പഠിപ്പിച്ചിരുന്നു. 1795 ലണ്ടൻ മിഷണറി സൊസൈറ്റി ഇന്ത്യയിൽ വന്നു. അങ്ങനെ കേരളത്തിലും വന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടാൻ തീരുമാനിച്ചു. 1836 ആകുമ്പോൾ ബ്രിട്ടീഷ് കൊളോണിയൽ മിഷണറി സൊസൈറ്റി ഉണ്ടാക്കുന്നു. പക്ഷേ ഇതിനൊരു ചരിത്രമുണ്ട്, ഇത് പറയാതെ പോകാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്രിസ്തു മതത്തെ ജൂതന്മാരും അതുപോലെ തന്നെ ഗ്രീക്കുകാരും എല്ലാവരും ഇങ്ങനെ എടുക്കുന്നൊരു സ്ഥിതി വന്നപ്പോൾ ബ്രിട്ടീഷുകാർ ലോകത്തെ കൊളോണിയൽ വ്യവസ്ഥയാക്കാൻ വേണ്ടി നടക്കുന്ന കാര്യം, ദക്ഷിണാഫ്രിക്ക, ഇന്ത്യ, എല്ലാ രാജ്യങ്ങളും, കോളനി രാജ്യങ്ങൾ പോകുന്ന രാജ്യങ്ങളിലൊക്കെ അവർ ക്രിസ്ത്യാനിറ്റിയെ കൂടെ കൂട്ടുപിടിച്ചു. കാരണം അവർക്കറിയാം, നന്നായി മതത്തെ കൂട്ടുപിടിച്ചാൽ ജനങ്ങളെ പെട്ടെന്ന് മാറ്റാൻ കഴിയും. ജനങ്ങൾ ഒരു ആത്മീയ വിശ്വാസമുള്ളവരാണ്, അതുകൊണ്ട് മാറ്റാൻ കഴിയും. അതുകൊണ്ട് കൃത്യമായി അവർ ക്രിസ്ത്യാനിറ്റി കൂടി പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചു. ഒരു കാരണവശാലും ആ കൊളോണിയൻ രാജ്യവ്യവസ്ഥയ്ക്കോ ബ്രിട്ടീഷുകാർക്കോ മൺറോ സാഹിബിനോ ആർക്കും തന്നെ, മെക്കാളെ പ്രഭുവിനോ ആർക്കും തന്നെ ക്രിസ്ത്യാനിറ്റിയോടുള്ള സ്നേഹം കൊണ്ടോ ക്രിസ്തുവിനോടുള്ള ആദരവ് കൊണ്ടോ അല്ല, യേശുവിനോടുള്ള സ്നേഹം അത് പ്രചരിപ്പിക്കലല്ല. എങ്ങനെ ഒരു കൊളോണിയൽ വ്യവസ്ഥയെ അധികാരത്തോടൊപ്പം തോക്കിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ പിന്നെ പീരങ്കികളോടൊപ്പം മതം കൂടി ഉപയോഗിച്ചുകൊണ്ട് മാറ്റാമെന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു ലക്ഷ്യം കൂടി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് കൊളോണിയൽ മിഷണറി സൊസൈറ്റിയുടെ ഒരു ലക്ഷ്യം ലോകത്തെല്ലാ മിഷണറി കോളേജുകളും എല്ലാ കൊളോണിയൽ രാജ്യങ്ങളിലും പോയി പള്ളിയോടൊപ്പം പള്ളിക്കൂടമൊക്കെ നടത്തി ജനങ്ങളെ മാറ്റുക എന്നുള്ള രീതി കൂടെ ഉണ്ട്. ഞാൻ സാന്ദർഭ്യമായി സൂചിപ്പിച്ചു എന്നുള്ളതാണ്. 1809 മുതൽ 1851 വരെ ജീവിച്ച അയ്യാ വൈകുണ്ഠസ്വാമി വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാവരും പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം അദ്ദേഹം പറഞ്ഞിരുന്നു. 1817 ആകുമ്പോൾ എല്ലാവർക്കും പഠിക്കണമെന്നുള്ള ഒരു കേണൽ മൺറോ സാഹിബിൻ്റെ ഒരു പിന്നെ പൂർണ്ണമായിട്ടുള്ള ചെലവ് സ്റ്റേറ്റ് വഹിക്കണമെന്ന്, അതിൻ്റെ എൻലൈറ്റൻമെൻറ്റ് സ്റ്റേറ്റ് വഹിക്കണമെന്നുള്ള ഒരു റെസ്ക്രിപ്റ്റ് ഓർഡർ തയ്യാറാക്കി അന്നത്തെ റാണി ഗൗരി പാർവതി ഫായിക്ക്, രാജ്ഞിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാജ്ഞിയുടെ നിർദ്ദേശപ്രകാരമാണ് കേണൽ മൺറോ സാഹിബ് തയ്യാറാക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും പഠിക്കാനുള്ളൊരു അവസരം 1817 മുതൽ തുറന്നു കിട്ടി. പക്ഷേ അപ്പോഴും സ്ത്രീകൾക്ക് പഠിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും താഴ്ന്ന വിഭാഗക്കാരെന്ന് സ്കൂളിൽ കയറ്റുന്നതിലുള്ള ഒരുപാട് വിവാദങ്ങളും തർക്കങ്ങളും ആ കാലത്ത് മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് പലപ്പോഴും സ്കൂളുകളിൽ കയറിയിരുന്ന ആ ഒരു സാമൂഹ്യ വിഷയം അപ്പോഴുണ്ട്. എന്നാൽ 1817 1819 ആകുമ്പോൾ നിരവധി നടപടികൾ കേരളത്തിൽ ആരംഭിച്ചിരുന്നു. 1832 ആകുമ്പോൾ, ഇതൊക്കെ നോക്കണം, 1800 ആണ്, 32 ആകുമ്പോൾ വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ല് ആദ്യമായി കേരളത്തിൽ വന്നു. 1934 ഇംഗ്ലീഷ് മീഡിയം കേരളത്തിൽ വന്നു തുടങ്ങിയത്. 1869 ആ വർഷം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. 1869 ആദ്യമായി എയ്ഡഡ് സ്കൂളുകൾക്ക് എന്നൊരു സങ്കല്പം വന്നതും ഗ്രാൻഡ് അനുവദിച്ചതും. എന്തുകൊണ്ടെന്നാൽ 1817 മുതൽ, അല്ലെങ്കിൽ 1800 ആദ്യകാലം മുതൽ ധാരാളം കൊച്ചു കൊച്ചു സ്കൂളുകൾ വന്ന് ആശാൻ പള്ളിക്കൂടം, കുടിപ്പള്ളിക്കൂടമൊക്കെ മാറി സ്കൂളുകൾ മുതലാളിമാർ ആരംഭിച്ചപ്പോൾ അവർക്ക് പിന്നെ അത് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ല. കാര്യം സ്കൂളിൽ കുട്ടികളൊന്നുമില്ല. അങ്ങനെ അവർ നിർത്തി പലരും. ആ സമയത്താണ് ഗവൺമെൻറ് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആദ്യമായി 1869 എയ്ഡഡ് സ്കൂളുകൾക്ക് ഗ്രാൻഡ് അനുവദിക്കുന്നത്. ചെറിയ പൈസയാണ്, 7 രൂപ ഒരു മാസ്റ്റർ കൊടുക്കും, 14 സ്കൂളിന് ചേർത്ത് 30 രൂപ ഒരു സൂപ്പർവൈസറെ കൊടുക്കും. നമ്മളെ DD എന്നൊക്കെ പറയുന്ന, ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ AU എന്നൊക്കെ പറയുന്ന, എഡ്യൂക്കേഷൻ ഓഫീസർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള AUക്ക് കൊടുക്കുന്ന പോലെ ഒരു 30 രൂപ കൊടുക്കും. അത്രേ കൊടുക്കേണ്ടി വരുന്നിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ബാധ്യത. അത് 1871 ആകുമ്പോൾ വില്ലേജ് സ്കൂളുകൾ, മാധവ റാവുവിൻ്റെ നേതൃത്വത്തിൽ വില്ലേജ് സ്കൂളുകൾ, എല്ലാ വില്ലേജുകളിലെ സ്കൂളുകൾ ആരംഭിച്ചു. 1909 കാലഘട്ടത്തിൽ സദാനന്ദ സ്വാമികൾ എന്ന് പറഞ്ഞ അയ്യാവു സ്വാമികൾ, അയ്യാ ഗുരു വേറെയുണ്ട്, അയ്യാവു സ്വാമികൾ, സദാനന്ദ സ്വാമികൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവനകൾ നൽകി. 1869 1941 ആകുമ്പോൾ അയ്യങ്കാളി രംഗത്ത് വരികയും
അയ്യങ്കാളി നിരവധി സംഭാവനകൾ ഈ രംഗത്ത് നൽകുകയും ചെയ്തു. 904 വെങ്ങാനൂരിൽ സദാനന്ദ ബ്രഹ്മനിഷ്ഠ മഠം സ്ഥാപിച്ചു. 1854 925 ഗുരുദേവൻ വ്യാപകമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വർത്തമാനം പറയുക, അങ്ങനെ ധാരാളം സ്കൂളുകളും കോളേജുകളും തുടങ്ങണമെന്നുള്ള ആഹ്വാനം നടത്തുകയും ചെയ്തു. 1853 1924 വരെ ചട്ടമ്പി സ്വാമി ഈ രംഗത്ത് ഗൗരവമായ സംഭാവന നൽകി. 1870 പേട്ട രാമൻപിള്ളാശൻ, തിരുവനന്തപുരം പേട്ടയിലെ രാമൻപിള്ളാശൻ്റെ നേതൃത്വത്തിൽ ജ്ഞാനപ്രകാര സഭയുണ്ടായിരുന്നു, അവിടെ സ്കൂളും ഉണ്ടായിരുന്നു. 1865 മുതൽ താഴ്ന്ന ജാതിക്കാർക്ക് പഠിക്കാൻ അവസരം കൊടുത്തുവെങ്കിലും അത് വലിയ അയ്യങ്കാളിയുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ വിപ്ലവം, വെങ്ങാന സ്കൂളിൻ്റെ വിപ്ലവമൊക്കെ ഉണ്ട്, അത് നമുക്ക് മറ്റൊരു വിഷയമാണ്, എങ്കിലും ഉണ്ട്. അങ്ങനെ 1895 എല്ലാവർക്കും തുറന്നു കൊടുത്തത്. 1890 ആകുമ്പോൾ പെൺകുട്ടികൾക്ക് അവസരം കരുതുന്നു. 1867 വലിയ കോയത്തമ്പുരാൻ്റെ പുസ്തക കമ്മിറ്റി വരുന്നു. 1903 SNDP ഈ രംഗത്തേക്ക് വരുന്നു. 1914 NSS നായർ സർവീസ് സൊസൈറ്റി രംഗത്ത് വരുന്നു. പിന്നെ 1834 മദ്രാസ് ലോക്കൽ ബോർഡ് ആക്ട് വരുന്നു. 1911-12 കാലഘട്ടത്തിൽ എല്ലാവർക്കും സ്കൂളിലേക്കുള്ള മുദ്രാവാക്യം വരുന്നു. മാപ്പിള സ്കൂൾ എഡ്യൂക്കേഷൻ കമ്മിറ്റി മലബാറിൽ വരുന്നു. 1920 മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് വരുന്നു. 1967 മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി വരുന്നു. 1818 കൊച്ചിയിൽ കണക്ക് ജ്യോതിഷമെല്ലാം കൊച്ചി രാജ്യം, ഇതെല്ലാം 3 രാജ്യമാണ് അങ്ങനെ പറയുന്നത്, കൊച്ചി രാജ്യത്ത് പഠിപ്പിച്ചിരുന്നു. 1833 സ്കൂളുകൾ പൂട്ടുന്ന ഒരു സ്ഥിതി വന്നു. 1998 1042 സ്കൂളുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മിക്കവാറും പഞ്ചായത്തുകളിൽ സ്കൂളുകൾ ഉണ്ടായിരുന്നു. 1907 ആകുമ്പോൾ 1123 സ്കൂളായി അത് മാറി. 1903 ആകുമ്പോൾ ഗ്രാൻഡ് ഇൻ ഗൈഡ് ശരിയായി കൊടുത്തു തുടങ്ങി. ഇനി 1922-46 വിദ്യാഭ്യാസ കോഡുകൾ 2 പ്രാവശ്യം ഉണ്ടായി. പിന്നെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ നേതൃത്വത്തിൽ CMS കോളേജ് 1817 1836 സ്കൂളുകളും ആരംഭിച്ചു. ക്രിസ്ത്യാനികൾ വ്യാപകമായി കേരളത്തിൽ സ്കൂളുകൾ ആരംഭിച്ചു. ഇത്രയും ഞാൻ പശ്ചാത്തലം പറഞ്ഞു. 1-2 കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എയ്ഡഡ് സ്കൂളുകളിൽ മാനദണ്ഡം പാലിക്കണം എന്നൊരു വിഷയമുണ്ട്. മറ്റൊരു കേസ് കൂടി സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും കിടപ്പുണ്ട്. അതായത് അംഗപരിമിതമായിട്ടുള്ള ആളുകൾക്ക് റിസർവേഷൻ കൊടുക്കണം, അവരെ കൂടി. അപ്പോൾ അവിടെ പ്രശ്നം വരുന്നത് 10 സീറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ 10ാമത്തെ സീറ്റ് അംഗപരിമിതമുള്ള ആളാണ് വരുന്നതെങ്കിൽ ഒരു അംഗപരിമിതൻ വരുന്നത് വരെ ആ സീറ്റിലേക്ക് ജനറലിൽ നിന്നോ മറ്റ് സംവിധാനത്തിൽ നിന്നോ റൊട്ടേഷൻ വഴിയോ മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആളിന് കൊടുക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ട് മെറിറ്റിൽ നോക്കുക. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയാണ് പല സ്കൂളുകൾക്കും. എയ്ഡഡ് സ്കൂളുകളിൽ അതുകൊണ്ട് പലപ്പോഴും അങ്ങനെ അംഗപരിമിതക്കുള്ള ആളുകൾ കിട്ടാത്തത് കൊണ്ട് തന്നെ ആ പോസ്റ്റ് വേക്കൻ്റ് ആയിട്ട് അവിടെ ഗസ്റ്റ് ഫാക്കൽറ്റി പ്രവർത്തിക്കുന്ന കാര്യമുണ്ട്. അത് ഒരു വലിയൊരു പ്രശ്നമായി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ യഥാർത്ഥ വിഷയം എന്താണ്? എയ്ഡഡ് സ്കൂളിന് സർക്കാർ എയ്ഡ് കൊടുക്കുന്നുണ്ട്. എയ്ഡഡ് സ്കൂൾ ഗ്രാൻഡ് കൊടുക്കും, ചിലപ്പോൾ ശമ്പളം കൊടുക്കുന്നത് പൂർണ്ണമായി സർക്കാരാണ്. എയ്ഡ് കൊടുത്തു കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കെട്ടിട നിർമ്മാണത്തിന് പല കാര്യത്തിലും എയ്ഡ് കൊടുക്കാറുണ്ട്. എയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ, ഗ്രാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നിയമനം നടത്തുന്നത്, അധ്യാപകരുടെ നിയമനം നടത്തുന്നത് മാനേജ്മെൻറ്റാണ്. അതിനവർ പൈസ വാങ്ങുന്ന മാനേജ്മെൻറ്റുണ്ട്, പൈസ വാങ്ങാത്ത മാനേജ്മെൻറ്റ്, നല്ല കൊള്ള പോലെ പൈസ വാങ്ങുന്ന മാനേജ്മെൻറ്റും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണ്? ഒരു സ്കൂൾ എയ്ഡഡ് സ്കൂളിൽ പ്രവർത്തിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി അതിന് ഗ്രൗണ്ട്, മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകൾ, വലിയ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമുണ്ട്. മാത്രമല്ല ഇതൊരു മത്സര മേഖല കൂടിയാണ്. അങ്ങനെ മത്സര മേഖല ആയപ്പോൾ ഓരോ മാനേജ്മെൻറ്റും വലിയ സൗകര്യങ്ങൾ ഒരുക്കിയാൽ മാത്രമേ ആ സ്കൂളിലേക്ക് കുട്ടികളെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക ചെലവ് മാനേജ്മെൻറ്റിന് വരും. ഇതിൻ്റെ റണ്ണിങ് കോസ്റ്റും അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റും വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അതിനും കൂടിയാണ് അവർ പണം വാങ്ങുന്നതെന്നാണ് ഇതിൻ്റെ നിയമം ഒരു രീതി പറയുന്നത്. പരസ്യമായി വാങ്ങാൻ പറ്റില്ല, എങ്കിലും അവർ പൈസ വാങ്ങും, ലക്ഷക്കണക്കിന് രൂപയാണ് വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ വാങ്ങുന്നതിൽ ഈ ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത് അവർ പറയുന്ന ന്യായം, മാനേജ്മെൻറ്റ് പറയുന്ന കാര്യം, MSc അല്ലെങ്കിൽ MA അല്ലെങ്കിൽ PG അല്ലെങ്കിൽ എന്താണോ നെറ്റ് സെറ്റ് എന്താണോ ഒരു അടിസ്ഥാന യോഗ്യത, അത് ക്രോസ് ചെയ്ത് വരുന്നവരിൽ നിന്നാണ് ഞങ്ങൾ ആളെ എടുക്കുന്നത്, അതിൻ്റെ താഴോട്ടുള്ളവരിൽ നിന്ന് ഞങ്ങൾ എടുക്കാറില്ല. അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് വരുന്ന ലിസ്റ്റിൽ നിന്ന് ഒരുപക്ഷെ താഴെ പൈസ തരുന്ന ആളിൽ നിന്ന് മുകളിൽ നിന്ന് മാറ്റി ഞങ്ങൾ എടുക്കും എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ഇതൊരു വലിയ വിഷയമാണ്. അപ്പോൾ എവിടെയാണ് മെരിറ്റ് നോക്കാൻ കഴിയുക? ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ഉള്ള ആൾ വന്നാൽ സെക്കൻഡ് ക്ലാസ്സുകാരാണ് കൂടുതൽ പൈസ കൊടുക്കുന്നതിൽ അവരെ എടുക്കുമോ? ഇനി ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ഇല്ലെങ്കിൽ ഒരു തേർഡ് ക്ലാസ്സുകാരനെ എടുക്കുമോ? സ്വന്തം സമുദായത്തിലുള്ളവരെ എടുക്കുമോ? ഇങ്ങനെയുള്ള കുറേ മെരിറ്റിൻ്റെ പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. അപ്പോഴും ഒരു പ്രശ്നമുള്ളത്, ഇതൊരു വലിയ സാമൂഹ്യ വിഷയമാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് എയ്ഡഡ് സ്കൂളുകൾ കൂടി വലിയ സംഭാവനയാണ് നൽകുന്നത്. അൺഎയ്ഡഡ് സ്കൂളിൻ്റെ സംഭാവന വേറെയുണ്ട്, അതവിടെ നിൽക്കട്ടെ. വലിയ സംഭാവന എയ്ഡഡ് സ്കൂൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് അടച്ചാക്ഷേപിക്കുന്നതിന് പകരം എങ്ങനെയാണ് അവർക്ക് മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ള ഒരു സംവിധാനം കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊരവിടെ മെരിറ്റ് വേണം. അവർക്ക് പണം വാങ്ങാതെ ചെയ്താൽ വെൽ ആൻഡ് ഗുഡ്. പക്ഷെ വാങ്ങുകയാണെങ്കിൽ എത്ര എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് ധാരണ ഉണ്ടാവണം. അവസാനം ഒരു പോയിന്റ് കൂടെ പറയട്ടെ. NSS, SNDP, MES ഒക്കെ ആണല്ലോ കൂടുതൽ സ്കൂളുകൾ നടത്തുന്നത്. അവരിൽ സാമ്പത്തികമുള്ള ആളുകൾ ദയവായി ഈ അമ്പലങ്ങളിലും പള്ളികളിലും കൊടുക്കുന്ന പൈസയിൽ കുറച്ച് പൈസയെങ്കിലും ഈ സ്കൂളിന് കൊടുത്താൽ തീർച്ചയായിട്ടും അവിടുത്തെ ഈ ഒരു കോർപ്പസ് ഫണ്ട് പോലെ വരികയും ഈ അധ്യാപകരിൽ നിന്ന് പണം വാങ്ങുന്നത് കുറച്ചുകൂടി ഒഴിവാക്കാനും മെരിറ്റിലേക്ക് സമ്പൂർണ്ണമായി പോകാനും കഴിയും. അല്ലാതെ ഇന്നത്തെ നിലയിൽ സമ്പൂർണ്ണമായി മെരിറ്റിലേക്ക് പോയി ആരിൽ നിന്നും പൈസ മേടിക്കാതിരുന്നാൽ മാനേജ്മെൻറ്റിന് കൊണ്ടുപോകാനും പറ്റില്ല. എന്നാൽ ഇത് കൊള്ളയായാൽ ഹൈക്കോടതി ചോദിച്ച പോലുള്ളൊരു ചോദ്യം നിൽപ്പുണ്ട്. എന്തായാലും കേരള സമൂഹം ഗൗരവമായി ഇത്
ചർച്ച ചെയ്യട്ടെ. നമ്മളിപ്പോൾ ഒരു ഉത്തരത്തിൽ എത്തുന്നില്ല.